കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. നമ്മൾ 5-ലും 6-ലും എന്താ പറഞ്ഞു വെച്ചാൽ ശുംഭനും നിശുംഭനും ഈ ദേവിയുടെ സൈന്യത്തിനോട് ദേവിയുടെ സൈന്യമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ രണ്ടാളും കോപാന്ധരായിട്ട് ചണ്ഡികാദേവിയെ കൊല്ലാനായിട്ട് ആഞ്ഞടുത്തു എന്നാണ് 5-ലും 6-ലും. 1-ൽ നിശുംഭൻ പറഞ്ഞു, 1-ൽ ശുംഭനും പറഞ്ഞു. അതാണ് നമ്മൾ നിർത്തിയതല്ലേ, ദേവിയെ കൊല്ലാനായിട്ട് ആഞ്ഞടുത്തു എന്ന് പറഞ്ഞു. ഇനി 7 വായിക്കാട്ടോ. തതോ യുദ്ധമതീവാസീത് ദേവ്യാ ശുംഭനിശുംഭയോ ശരവർഷമതീവോഗ്രം മേഘയോരിവ വർഷതോ. തത ദേവ്യാ ശുംഭനിശുംഭയോ യുദ്ധം അതീവ ആസീത്. അതായത് തഥാ മീൻസ് അതിന് ശേഷം ദേവ്യാഹ ദേവിയും ശുംഭനിശുംഭയോ ശുംഭനിശുംഭന്മാരും യുദ്ധം അതീവ ആസീത്, അതായത് അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി അവർ തമ്മിൽ. ദേവിയും ശുംഭനിശുംഭന്മാരും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു. വർഷത്തോ മേഘയോ ഇവ, അതായത് ആ യുദ്ധത്തിൽ മഴ പെയ്യുന്ന മേഘം പോലെ, മഴ വർഷിക്കുന്ന മേഘം പോലെ ഉഗ്രം ശരവർഷം ആസീത്, ശരിക്കും തോരാത്ത ശരവർഷം. നമ്മൾ പറയില്ലേ മഴ അങ്ങനെ നിന്ന് പെയ്യണമെന്ന്, അതുപോലെ അങ്ങടും ഇങ്ങടും ശരവർഷം. അതായത് നമ്മൾ നോക്കിച്ചാൽ ദേവിയും ശുംഭനിശുംഭനും കൂടി യുദ്ധത്തിലേക്ക് വേറൊരാളിങ്ങൾ നോക്കുക വെച്ചാൽ ശരിക്കും അമ്പുകളുടെ ഒരു മഴ എന്ന് പറയുന്ന, അത് അത്ര കണ്ടിന്യൂസ് ആയിട്ട് അങ്ങടും ഇങ്ങടും അമ്പുകൾ അയക്കണു. അതായത് ശരിക്കും നല്ല കറുത്തിരുണ്ട മേഘത്തു നിന്ന് എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് മഴ പെയ്തുകൊണ്ടിരിക്കണം, അതുപോലെ അത്ര അതിഭയങ്കരമായിട്ട് യുദ്ധം, ശരങ്ങളുടെ വർഷം തന്നെ നടന്നു എന്നാണ് അതിൽ പറഞ്ഞത്. അർത്ഥം അതിഭയങ്കരമായി യുദ്ധം അതിഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരുന്നു എന്ന്. തതോ യുദ്ധമതീവാസിൽ ദേവ്യാ ശുംഭനിശുംഭയോ ശരവർഷമതീവോഗ്രം മേഘയോരിവ വർഷതോ. ഇനി 8-ാമത്തെ ശ്ലോകം ചെയ്യാം, വായിക്കാം. ചിച്ഛേദാസ്താഞ്ചരാം സ്ഥാഭ്യം ചണ്ഡികാ സ്വശരോത്കരൈഃ താടയാമാസ ചാംഗേഷു ശസ്ത്രൗഘൈരസുരേശ്വരൗ. ചണ്ഡിക താഭ്യാം അസ്താൻ ശരാൻ എന്ത് ചെയ്തു, ഈ ശുംഭനിശുംഭന്മാരയച്ച എല്ലാ അസ്ത്രങ്ങളിൽ നിന്ന് അതിൽ നിന്ന് വന്ന അസ്ത്രങ്ങളെയൊക്കെ സ്വശരോദ് സ്വന്തം അമ്പുകളെ കൊണ്ട് കരൈഹി ചിച്ഛേദ ദേവി നിഷ്പ്രയാസം, അതായത് ശുംഭനിശുംഭന്മാരുടെ കയ്യിൽ നിന്ന് വരുന്ന എല്ലാ അസ്ത്രങ്ങളെയും ദേവി നിഷ്പ്രയാസം തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് മുറിച്ചു കളഞ്ഞു. ചണ്ഡിക ശസ്ത്രൗഘൈഹി അസുരേശ്വരൗ അംഗേഷു താടയാമാസാച്ച. മാത്രമല്ല അവരയക്കണ അസ്ത്രങ്ങളെ മുറിച്ച് കളഞ്ഞു. അതായത് അതൊന്നും ദേവിയുടെ മേലെ ഏറ്റേയില്ല. അത് ദേവിയുടെ മേലേക്ക് എത്തണതിൻ്റെ മുമ്പ് അതിനെ തടുത്തു. അത് മാത്രമല്ല, അവരയക്കണ അസ്ത്രങ്ങളെ തടുത്തു എന്ന് മാത്രമല്ല, ദേവിയുടെ അസ്ത്രങ്ങളെ കൊണ്ട് ആ അസുരന്മാരുടെ ദേഹം മുഴുവൻ മുറിവേൽപ്പിക്കുകയും ചെയ്തു. അതാണ് താടയാമാസ ചാങ്കേഷു, അംഗം എല്ലാ അംഗത്തിലും എല്ലാ അവയവങ്ങളിലും മുറിയാക്കിയെന്ന്. ചാങ്കേഷു എന്ന് പറഞ്ഞുല്ലോ, താടയാമാസാച്ചാൽ മുറിയാക്കി, അതാണ് പറഞ്ഞത്, മുറിവേൽപ്പിച്ചു.
അവരയക്കണ അമ്പുകളെ തടുത്ത് നിർത്തിയെന്ന് മാത്രമല്ല, ദേവിയുടെ മേലെ ആവാതെ തടുത്ത് നിർത്തിയെന്ന് മാത്രമല്ല, ദേവിയുടെ അമ്പുകളെ കൊണ്ട് അവിടെ ദേഹം മുഴുവൻ മുറിവേൽപ്പിച്ചു. ചിച്ഛേദാംസ്ഥാഞ്ചരാം സ്ഥാഭ്യം ചണ്ഡിക സ്വശരോത്കരൈഃ താടയാമാസ ചാങ്കേഷു ശസ്ത്രൗഘൈരസുരേശ്വരൗ. ആസുരന്മാരുടെ മേല് മുഴുവൻ മുറിവേൽപ്പിച്ചു. ഇനി 9. നിസുംഭോ നിശിതം ഖൽഗം ചർമ്മചാദായ സുപ്രഭം അതാടയൻ മൂർധ്നി സിംഹം ദേവ്യാവാഹനമുത്തമം. നിസുംഭ സുപ്രഭം ചർമ്മ, അതായത് നിസുംഭന് തിളങ്ങണ സുപ്രഭം, നല്ല ശോഭായമാനമായിട്ടുള്ള പരിച, ചർമ്മം ചവിടെ പരിചയാണ് ചർമ്മ. നിസുംഭ സുപ്രഭം ചർമ്മ, നിശുംഭൻ തിളങ്ങണ പരിചയം. നിശിതം ഖൽഗം, എങ്ങനത്തെ വാള്? ഭയങ്കര മൂർച്ചയുള്ള വാള്, നിശിതമായിട്ടുള്ള ചണ്ട മൂർച്ചയേറിയ വാളും. ച ആദായ, അതും കയ്യിലെടുത്തിട്ട്. ദേവ്യാ ഉത്തമം വാഹനം സിംഹം, ദേവിയുടെ ഉത്തമമായ വാഹനമായ സിംഹം. മൂർധിനി, സിംഹത്തിൻ്റെ മൂർധിനി അതാടയത്, തലയ്ക്കങ്ങടെടുത്ത് തലയ്ക്ക് വെട്ടി വാളുണ്ട്. ആരുടെ? ദേവിയുടെ വാഹനമായ സിംഹത്തിൻ്റെ. എങ്ങനത്തെ വാളുണ്ട്? അതിമൂർച്ചയേറിയ വാളുകൊണ്ട്. മാത്രമല്ല കയ്യിൽ പരിചയമുണ്ട്, മിന്നിത്തിളങ്ങണ പരിചയം കയ്യിലെടുത്ത്, വാളും കയ്യിലെടുത്ത് വന്നു. മിന്നിത്തിളങ്ങണ പരിചയം വാളും കയ്യിലെടുത്ത് നിസുംഭൻ വന്നിട്ട് ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിൻ്റെ തലയ്ക്കങ്ങട് വെട്ടിന്ന്. ഇതൊക്കെ എന്തിനെത്ര വിസ്തരിച്ച് പറഞ്ഞു വെച്ചാൽ 2 കാര്യമുണ്ട്. ദേവിക്ക് എത്ര വലിയ ശത്രുക്കളെയാണെങ്കിലും തോൽപ്പിക്കാൻ കഴിയുന്ന ഒന്ന്. പിന്നെ ദേവിയുടെ മാഹാത്മ്യം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ദേവി മാഹാത്മ്യം തന്നെ പറയാൻ കാരണം. ദേവി ചെയ്ത മഹത്തുക്കളായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള പരാക്രമമാണ് ഇതിൽ പറയണതല്ലേ. രക്തബീജൻ്റെ നോക്കൂ, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത് രക്തബീജനെയൊക്കെ വധിക്കുക എന്ന് പറഞ്ഞാൽ അമാനുഷികമായിട്ടുള്ളൊരു ശക്തിക്കല്ലേ പറ്റുള്ളൂ. ഒരു മാനുഷിക ശക്തിക്കോ ദേവശക്തിക്കോ അസുരശക്തിക്കോ പറ്റില്ല. അതിലും മീതെയുള്ള, ദേവന്മാർക്കും അസുരന്മാർക്കും മീതെയുള്ള ആ അമാനുഷികമായിട്ടുള്ള ദിവ്യമായ ശക്തിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ദേവിയുടെ മഹത്വം കാണിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ദേവിക്ക് പറ്റാത്തതായി ഒന്നുമില്ല. നിങ്ങൾ ദേവിയെ ശരണാഗതി അടയൂ എന്ന് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്. ദേവിയെ ശരണാഗതി അടയൂ, ദേവിക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. അത്ര മഹത്തരമാണ് ദേവിയുടെ ശക്തി എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത് ദേവി മഹാത്മ്യം എന്ന്. അതിങ്ങനെ ഓരോ പുരാണങ്ങളിൽ ഓരോ പോലെയാണ് വാഴ്ത്തുക ആ പുരാണ ദേവതയെ. ദേവി മഹാത്മ്യത്തിൽ യുദ്ധം കാണിച്ചിട്ട് ദേവിയുടെ മഹത്വമാണ് പറയണമെന്നേ ഉള്ളൂ. അതാണ് ഇതിൽ പറഞ്ഞു കേട്ടോ. പിന്നെ അപ്പോൾ നിസുംഭൻ വന്നിട്ട് ദേവിയുടെ വാഹനത്തിനെ അടിച്ചു. അതായത് എന്താ ഇങ്ങനെയൊക്കെ യുദ്ധം, വയലൻസ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുതെന്നാണ് വ്യാഖ്യാതാക്കളൊക്കെ പറയണത്. ഇത് വയലൻസ് അല്ല, നമ്മളെ മനസ്സിലാക്കി തരികയാണ് എന്നാണ് പറയണത് കേട്ടോ. ഇനി 10. താടിദേവാഹനേ ദേവി ക്ഷുരപ്രേണാസിമുത്തമം നിസുംഭസ്യാശുചിച്ഛേദ ചർമ്മചാപ്യഷ്ടചന്ദ്രകം. നമ്മുടെ ഈ ലോകത്തിലും കാണുന്നുണ്ടല്ലോ നല്ലതും ചീത്തയും. അപ്പോൾ അതൊന്നും പുരാണങ്ങളിലും അങ്ങനെ കാണിച്ച് ദേവിയുടെ മഹത്വം പറയുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് വലിയ വ്യാഖ്യാതാക്കളൊക്കെ പറയണം. അപ്പം എന്താ? വാഹനേ താടിതേ ദേവി, ഈ തൻ്റെ വാഹനമായ സിംഹത്തിനെ അങ്ങെടുത്ത് നിസുംഭൻ വെട്ടിയപ്പോൾ ആശു എന്ത് ചെയ്തു? പെട്ടെന്ന് വേഗം, ആശുച്ച വേഗം, നിസുംഭസ്യ ഉത്തമം അസിം, നിസുംഭൻ്റെ ആ തിളങ്ങണ വാള് പറഞ്ഞില്ലേ, വാളും പരിചയമുണ്ടല്ലോ, ആ വാള് ക്ഷുരപ്രേണ ചിച്ഛേദ എന്ത് ചെയ്തു? ദേവിയുടെ അമ്പോണ്ട് ആ വാളിനെ മുറിച്ചിട്ടു. എന്നിട്ടോ അഷ്ടചന്ദ്രകം ചർമ്മ അപീച്ച ചിച്ഛേദ, ആ 8 ചന്ദ്രക്കല
പതിച്ചിട്ടുള്ള ആ പരിചയം മുറിച്ചിട്ടു നിഷ്പ്രയാസം. എന്താ ചെയ്ത ദേവി? ഇങ്ങനെ സിംഹത്തിനെ വെട്ടി പറഞ്ഞുല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ. അപ്പം ദേവി എങ്ങനെയാണ് പ്രതികരിച്ചത്? ദേവിക്ക് ദേഷ്യം വന്നു. ദേവിക്ക് എത്ര ഇഷ്ടമുള്ള വാഹനമല്ലേ സിംഹം. അപ്പം ദേവി ദേഷ്യം വന്നിട്ട് വേഗം വലിയ കത്തി പോലുള്ള അമ്പുണ്ട്. വെറും സാധാരണ ഇങ്ങനെ കൂർത്ത അമ്പല്ല, കത്തി പോലുള്ള അമ്പുണ്ട്. എന്തു ചെയ്തു? ക്ഷുരപ്രേണാസി മുത്തമം, അതാണ് കത്തി പോലെയുള്ള അങ്ങനെ വീതിയുള്ള അമ്പ് കൊണ്ട് ഈ നിസുംഭൻ്റെ വാളിനെയും 8 ചന്ദ്രക്കല പതിച്ച് തിളങ്ങുന്ന ആ പരിചയെയും മുറിച്ച് താഴ്ത്തിട്ടു ദേവി. നിഷ്പ്രയാസം ഈ നിസുംഭൻ്റെ വാളും പരിചയം തൻ്റെ കത്തി പോലുള്ള അമ്പ് കൊണ്ട് മുറിച്ചിട്ടു. കാരണം തൻ്റെ സിംഹത്തിനെ വേദനിപ്പിച്ച് വെട്ടിയതിൻ്റെ ദേഷ്യം അപ്പം തന്നെ വേഗം എന്ന് പറഞ്ഞു അല്ലേ ആശു. താടിദേവാഹനേ ദേവി ക്ഷുരപ്രേണാസിമുത്തമം നിസുംഭസ്യാശു ചിച്ഛേദ ചർമ്മചാപ്യഷ്ടചന്ദ്രകം. ക്ഷുരപ്രേണ ചിച്ഛേദ എന്നാണ്, കത്തി പോലുള്ള അമ്പുണ്ട് കേട്ടോ. ഇനി ഛിന്നേ ചർമ്മണി ഖൽഗേ ച ശക്തിം ചിക്ഷേപസോസുര താമപ്യസ്യ ദ്വിധാ ചക്രേ ചക്രേണാഭിമുഖാഗതം. ഖൽഗേ ചർമ്മണി ച ഛിന്നെ, അതായത് നിസുംഭൻ്റെ വാളും പരിചയം മുറിച്ചിട്ടു പറഞ്ഞല്ലോ. അത് മുറിഞ്ഞപ്പോൾ സഹ അവൻ, അല്ലെങ്കിൽ ആ അസുരൻ, സ അസുര ശക്തിം ചിക്ഷേപ വേലെടുത്ത് എറിഞ്ഞു. വളരെ ശക്തിയുള്ള വാളുകൊണ്ടൊക്കെയാണ് വെട്ടിയതേ. പരിചയം വാളും പരിചയം ഒരു സാധാരണ വാളും പരിചയം ഒന്നും അല്ല, പറഞ്ഞില്ലേ 8 ചന്ദ്രക്കലയൊക്കെ പതിച്ചിട്ട് മിന്നണ അതിനെ മുറിച്ചിട്ടപ്പോൾ വേഗം നിസുംഭൻ എന്താ ചെയ്ത്? വേഗം തൻ്റെ കയ്യിലുള്ള ആ വേല, ശക്തി എന്ന് പറഞ്ഞു, ആ വേലും ഇങ്ങോട്ട് എടുത്ത് എറിഞ്ഞു. ശക്തിം ചിക്ഷേപ എറിഞ്ഞു. പിന്നെ അഭിമുഖാഗതാം അസ്യ താം ശക്തിം, തൻ്റെ നേർക്ക് വരുന്ന ആ വേലിനെയും ശക്തിം അഭി, ആ വേലിനെയും സാ ദേവി, ആ ദേവി ചക്രേണ ദ്വിധാ ചക്രേ, അതായത് തൻ്റെ ചക്രം കൊണ്ട് 2 കഷ്ണാക്കി. ദ്വിധാ ചക്രേന്ന് ചക്രം കൊണ്ട്, ചക്രേണ പറഞ്ഞാൽ ദേവിയുടെ ശ്രീചക്രം കൊണ്ട് ദ്വിധാ ചക്രേ 2ആക്കി മുറിച്ചിട്ടു എന്ന്. ദ്വിധ പറഞ്ഞ 2, അതാണ് 2ആക്കി മുറിച്ചിട്ടു. അപ്പോൾ ഈ നിസുംഭൻ തൻ്റെ അതിവിശിഷ്ടമായിട്ടുള്ള വാളും പരിചയം ദേവി മുറിച്ചിട്ടു എന്ന് കണ്ടപ്പോൾ നല്ല ശക്തിയുള്ള വേലുപയോഗിച്ച് വേലങ്ങട് എറിഞ്ഞു. എറിഞ്ഞപ്പോൾ ദേവി അത് തൻ്റെ മേലെ എത്തണേൻ്റെ മുമ്പേ എന്ത് ചെയ്തു? തൻ്റെ ശ്രീചക്രം കൊണ്ട് അതിനെ 2ആക്കി മുറിച്ചിട്ടു. ദ്വിധാ ചക്രേന്ന്. ആ നേരിട്ട് തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ആ വേലിനെ ദേവി തൻ്റെ ശ്രീചക്രം ഉപയോഗിച്ചിട്ട് 2ആക്കി മുറിച്ചിട്ടു. അതായത് അതും ഫലിച്ചില്ല. നിസുംഭൻ്റെ വാളും പരിചയം ഫലിച്ചില്ല. ഇപ്പോൾ വേലും എറിഞ്ഞതും ഫലിച്ചില്ല. ഛിന്നേ ചർമ്മണികൾ ഗേജാ ശക്തിം ചിക്ഷേപസോസുര താമപ്യസ്യ ദ്വിധാ ചക്രേ ചക്രേണാഭിമുഖാഗതം. കോപാത്മാതോ നിസുംഭോധ ശൂലം ചിക്ഷേപദാനവ ആയാന്തം മുഷ്ടിപാതേന ദേവീ തച്ചാപ്യചൂർണയത്. അഥ കോപാത്മാതഃ ദാനവ, കോപം കൊണ്ടിങ്ങനെ എന്താ പറയേണ്ട, ചീർത്ത ആ അസുരൻ നിസുംഭൻ ശൂലം ചിക്ഷേപ, ശൂലം കൊണ്ട് കുത്തി, ശൂലെടുത്ത് എറിഞ്ഞു. ചിക്ഷേപ എന്ന് തന്നെയാണ് പറഞ്ഞത്, എറിഞ്ഞു. അപ്പം കോപാന്ധനായിട്ടുള്ള ഇത് ഇങ്ങനെ ഈ വേലും മുറിച്ചു ദേവി. അപ്പം കോപാന്ധനായിട്ടുള്ള ഈ നിസുംഭൻ എന്നുള്ള അസുരൻ തൻ്റെ ശൂലം ദേവിയുടെ നേർക്ക് എറിഞ്ഞു. ആയാന്തം തത് അഭി, തൻ്റെ നേർക്ക് പാഞ്ഞെടുക്കണ ആ ശൂലത്തിനെയും ദേവി
മുഷ്ടിപാതേന കൈ ചുരുട്ടിയിട്ട് അചൂർണയത് ച കൈ ചുരുട്ടി മുഷ്ടി കൊണ്ട് പതിക്കുക മുഷ്ടിപാതം ചെന്താ ഈ കൈ ചുരുട്ടി ഇടിച്ചിട്ട് അചൂർണയത് അതിനെ പൊടിയാക്കി പൊടി ഭസ്മാക്കി ഭഗവതി തൻ്റെ അപ്പോൾ ഈ വേല് മുറിച്ച് കളഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് ഈ അസുരനെ പിന്നെ എന്താ എറിഞ്ഞത്? വാളാണ് എറിഞ്ഞത്. ശൂലാണ് എറിഞ്ഞത്. ദേവി എന്താ ചെയ്തത്? തൻ്റെ മുഷ്ടി കൊണ്ട് അതിനെ ഇടിച്ചു. ആ ശൂലത്തിനെ തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ശൂലത്തിനെ മുഷ്ടി ചുരുട്ടി അങ്ങ് ഇടിച്ചപ്പോൾ അത് പൊടി ഭസ്മായി എന്നാണ് ഇതിൽ പറഞ്ഞത്. കോപാത്മാതോ നിസുംഭോതാ ശൂലം ചിക്ഷേപദാനവ ആയാന്തം നേർക്ക് വരുന്നത് ആയാന്തച്ചാൽ മുഷ്ടിപാതേന ദേവി തച്ചപ്യചൂർണയത് അതിനെ പൊടി അചൂർണയത് എന്താ വെച്ചാൽ ചൂർണം ച പൊടിയാണ്. ഇപ്പം പൊടി ഭസ്മാക്കി. അതാണ് 12 പറഞ്ഞത്. ഇനി നമുക്ക് 13 ചെയ്യാം കേട്ടോ. ആവിധ്യാഥഗതാം സോപി ചിക്ഷേപചണ്ഡികം പ്രതി സാപി ദേവ്യാസ്ത്രിശൂലേന ഭിന്നാ ഭസ്മത്വമാഗത സ അഭി. അപ്പോൾ അവൻ മീൻസ് ഇവിടെ നിസുംഭൻ എന്താ ചെയ്തത്? അഥ ഗതാം. അപ്പോൾ അവനപ്പം എന്താ ചെയ്തത്? ഗതാം ആവിധ്യ എന്ത് ചെയ്തു? ഗത എടുത്തിട്ട് ചുഴറ്റി ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ തിരിച്ചു. ഗത അവൻ്റെ കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഗത അങ്ങോട്ട് ചുഴറ്റി എന്ന് പറയുമല്ലോ നമ്മളെ. എന്നിട്ടോ ചണ്ഡികാം പ്രതി ചിക്ഷേപ നല്ലോണം തിരിച്ചിട്ട് ചുഴറ്റിയിട്ട് അങ്ങോട്ട് എറിഞ്ഞു. അപ്പം അധികം ശക്തി ഉണ്ടാവുമല്ലോ. ദേഷ്യം വന്നിട്ട് അസുരൻ അപ്പോൾ അത് മൂന്നും പിന്നെ വാള് ഫലിച്ചില്ല, വേല് ഫലിച്ചില്ല, ശൂലം ഫലിച്ചില്ല. അപ്പം ഗത എടുത്ത് ചുഴറ്റിയിട്ട് ഉറക്കെ അങ്ങോട്ട് എറിഞ്ഞു. സ ഗത അഭി ആ ഗതയും ദേവ്യാഹ തൃശൂലേന ദേവിയുടെ ശൂലം കൊണ്ട് എന്ത് ചെയ്തു? ഭിന്ന ഭസ്മത്വമാഗത ആ ചുഴറ്റി എറിഞ്ഞ ഗത തൻ്റെ നേർക്ക് വരുന്നുണ്ടപ്പോൾ ദേവി എന്താ ചെയ്ത? ദേവിയുടെ തൃശൂലം കൊണ്ട് അതിനെ തടുത്ത് അതും തകർന്ന് തരിപ്പണമായി പൊടി ഭസ്മായി. ഏത്? ഗതി. ഇപ്പം 4 ആയുധങ്ങളും പൊടി ഭസ്മാക്കി. അതാണ് അത്. ആവിധ്യാഥഗതം സോപി ചിക്ഷേപചണ്ഡികം പ്രതി സാപി ദേവ്യാസ്ത്രിശൂലേന ഭിന്വാ ഭസ്മത്വമാഗത പൊടി ഭസ്മാക്കി. തഥാ പരശുഹസ്തം ത്വാ മായാന്തം ദൈത്യപുങ്കവം ആഹത്യ ദേവി ബാണൗകൈ അപാതയത ഭൂതലേ. ഇനി പിന്നെന്താ? ഇനി വേറൊരു ആയുധം ഉപയോഗിച്ചത് അസുരൻ. തതഹ പരശുഹസ്തം മായാന്തം. അപ്പം പിന്നെ എന്തായത്? മഴു എറിഞ്ഞു ആരാസുരൻ. അപ്പോൾ അത് തൻ്റെ നേർക്ക് ആയാന്തം അതിങ്ങനെ വരികയാണ്. ദേവിയുടെ നേർക്ക് ഈ നിസുംഭനെ എറിഞ്ഞ മഴു ആയാന്തം തം ആ തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ആ പിന്നെ അതായത് മഴു ഏന്തിയിട്ട് ദേവിയെ ആക്രമിക്കാനായിട്ട് പാഞ്ഞു വരുന്ന ആര്? ദൈത്യപുങ്കവം ആ അസുരാധിപൻ. ദേവീബാണൗഖൈഹി അങ്ങനെയുള്ള അതായത് വലിയൊരു മഴുവും ഏന്തിയിട്ട് ദേവിയുടെ നേർക്ക് പാഞ്ഞു വരുന്ന നിസുംഭനെ അതാണ് ദൈത്യപുങ്കവം. ആ നിസുംഭനെ ദേവി എന്താ ചെയ്ത? ബാണൗഖൈഹി അതായത് അമ്പിൻ്റെ കൂട്ടങ്ങൾ കൊണ്ട് ബാണക്കൂട്ടം അഖംച കൂട്ടാണ് ബാണൗഖൈഹി അതായത് അമ്പിൻ്റെ ഒരു കൂട്ടം കൊണ്ട് പൊഴിച്ച് ഭൂമിയിൽ വീഴ്ത്തിന്ന്. ഭൂതലേ അപാതയത. പിന്നെ ഈ മറ്റ് 4 നശിപ്പിച്ചുല്ലോ ദേവി ആയുധങ്ങൾ. അപ്പം 5ാമത്തെ ആയുധമായിട്ടുള്ള മഴും ഏന്തിയിട്ട് തൻ്റെ നേർക്ക് അങ്ങോട്ട് പാഞ്ഞടുത്തു ആര്? നിസുംഭൻ. അപ്പം ദേവി അനവധി ശരങ്ങൾ ഒന്നിച്ചങ്ങോട്ട് അയച്ചിട്ട് ആ നിസുംഭനെ ഭൂമിയിൽ വീഴ്ത്തി എന്നാണ് പറഞ്ഞത്. അപാതയത ഭൂതലേ ഭൂമിയിൽ വീഴ്ത്തിയിട്ടു എന്ന് തൻ്റെ ശരവർഷം കൊണ്ട്. മഴുവും കൊണ്ട് തൻ്റെ നേർക്ക് വരുന്ന അസുരനെ ശരവർഷം കൊണ്ട് ഭൂമിയിൽ വീഴ്ത്തി. തഥാ
പശുപഹസ്തം തമായാന്തം ദൈത്യപുങ്കവം ആഹത്യ ദേവി ബാണൗഖൈ, ബാണക്കൂട്ടം കൊണ്ടാട്ടോ, അമ്പിൻ്റെ കൂട്ടം കൊണ്ട് അപാതയതഭൂതലേ, ഭൂമിയിൽ വീഴ്ത്തി. തസ്മിൻ നിപതിതേ ഭൂമൗ നിസുംഭേ ഭീമവിക്രമേ ഭ്രാതാ തസ്യാതിസംക്രുദ്ധ പ്രേയൗ ഹന്തുമംബികം. ഭീമവിക്രമേ, അതായത് ശരിക്കൊരു സാധാരണ പരാക്രമിയൊന്നുമല്ല നിസുംഭനെ, അതിപരാക്രമശാലിയാണ്, അതിവീരനാണ്, അല്ലെങ്കിൽ നമുക്ക് അതിവീര പരാക്രമിയാണെന്ന് പറയാം. അതാണ് ഭീമവിക്രമേ, അതിവീരപരാക്രമിയായിട്ടുള്ള. തസ്മിൻ നിസുംഭേ, ആ നിസുംഭൻ ഭൂമൗ നിപതിതേ, നിലത്ത് വീണപ്പോൾ ഭ്രാത, അവൻ്റെ സഹോദരനാരാ? സുംഭൻ. ഭ്രാത ചൽ ഈ നിലത്ത് വീണ നിസുംഭൻ്റെ സഹോദരനായിട്ടുള്ള സുംഭൻ അതിസംക്രുദ്ധ, അതികോപത്തോടെ, കോപാന്ധനായിട്ട് അംബികം ഹന്തും പ്രേയവും, അംബികയെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു. അത്ഭുതമില്ലല്ലോ. ഈ നിസുംഭനെ ഭൂമിയിൽ വീഴ്ത്തി, എല്ലാ ആയുധങ്ങളും മുറിച്ച് നിസുംഭനെ ഭൂമിയിൽ വീഴ്ത്തിയിട്ടു എന്നാണ് കണ്ടപ്പോൾ സുംഭൻ സഹോദരനാണല്ലോ, സുംഭൻ്റെ ദേഷ്യത്തിനൊരു കണക്കില്ല. കോപം കൊണ്ട് വിറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ സുംഭൻ ദേവിയെ കൊല്ലാനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു ദേഷ്യത്തോടെ. തസ്മിൻ നിപതിതേ ഭൂമൗ നിസുംഭേ ഭീമവിക്രമേ ഭ്രാത തസ്യാതിസംക്രുദ്ധ, കോപാന്ധനായിട്ട് പ്രയയൗ ഹന്തുമംബികം, അംബികയെ കൊല്ലാനായിട്ട് മുമ്പോട്ട് ചാടി എത്തി. ഇനിയോ സരഥസ്ഥഥാത്യുച്ചൈർ ഗൃഹീതപരമായുധൈഃ ഭുജൈരഷ്ടാഭിരതുലൈർ വാപ്യാശേഷം ബഭൗ നഭ. രഥസ്ഥഃ സുംഭ, രഥത്തിലേറിക്കൊണ്ടാണ് സുംഭൻ വന്നത്. വെറുതെ ഓടി വരികയല്ല, രഥത്തിൽ കയറി വന്ന ആ സുംഭൻ ഗൃഹീതപരമായുധൈഃ, വളരെ ശക്തിയേറിയ ആയുധങ്ങളും ധരിച്ചവയും തഥാ അത്യുച്ചൈഃ, അത്യുച്ചങ്ങളും അതുലൈഹി, അതുല്യവും, അതായത് ഒരു കമ്പാരിസൺ ഇല്ല അങ്ങനത്തെ, അഷ്ടാഭിഹി ഭുജൈഹി, തൻ്റെ 8 കൈകൾ കൊണ്ട്, അശേഷം നഭഃ, ആകാശം നിറഞ്ഞു വിളങ്ങിന്ന്. ശരിക്കു പറയാച്ചാൽ നല്ല മായാവിത്തരുണ്ട് ഈ സുംഭനെ. അപ്പം സുംഭൻ എങ്ങനെ ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? ആകാശത്തറിയോ? രഥത്തുമ്പിൽ ഇരുന്നിട്ട് അനവധി ആയുധങ്ങൾ, അതും സാധാരണ ആയുധങ്ങളല്ല, പരമായുധൈ പറഞ്ഞു, ഉത്കൃഷ്ടമായിട്ടുള്ളതും അതുപോലെ അതുല്യമായിട്ടുള്ളതും. ഒരു ഉപമയില്ല, അത്ര വലിയ ആയുധങ്ങളും 8 കയ്യിലും പിടിച്ചും കൊണ്ട് ആകാശത്ത് വലുതായിട്ട് അങ്ങോട്ട് വന്ന് നിന്നു. സുംഭൻ ഭയങ്കര ആകാരമാണ്, വലിയ വലിപ്പമാണ്. അപ്പോൾ 8 കയ്യിലും വളരെ വിശേഷപ്പെട്ട ആയുധങ്ങളും ധരിച്ച്, പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, അത്ര അതുല്യമായ ശക്തിയുള്ള ആയുധങ്ങളും ധരിച്ച് 8 കയ്യിൽ ആയുധങ്ങൾ ധരിച്ചിട്ട് ആ 8 കൈകളും നിരത്തിയിട്ട് ആകാശത്ത് നിറഞ്ഞു നിന്നു സുംഭൻ. സ രഥസ്ഥസ്ഥാത്യുച്ചൈർ ഗൃഹീതപരമായുധൈ ഭുജൈരഷ്ടാഭിരതുലൈർ വാപ്യാശേഷം ബഭൗ നഭു. ചില്ലറക്കാരനൊന്നുമല്ല, മഹാപരാക്രമിയെ പറഞ്ഞൂല, മുമ്പത്തേലെ ഭീമപരാക്രമിയാണെന്ന് പറഞ്ഞില്ലേ. ഇനി 17 കൂടി ചെയ്ത് നിർത്താട്ടോ. തമായാന്തം സമാലോക്യ ദേവി ശംഖമവാദയത് ശബ്ദം ചാപി ധനുഷശ്ചകാരാതീവ ദുസ്സഹം. ഇയാളിങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഇങ്ങോട്ട് നിന്നപ്പോൾ ദേവിയും തമായാന്തം, അവൻ തൻ്റെ നേർക്ക് വരുന്നത് കണ്ടിട്ട് ദേവി സമാലോക്യ, അത് കണ്ടിട്ടാണ് ദേവി തമായാന്തം സമാലോക്യ, ആ അസുരൻ തൻ്റെ നേർക്ക് വരുന്നത് കണ്ടിട്ട ദേവി
ശംഖം അവാദയത്, ഉറക്ക ശംഖ് വിളിച്ചു. ധനുഷ ജാശബ്ദം അപീച്ച ചകാര, എന്നിട്ട് വില്ല് വലിച്ച് ഞാണ് ഒലി ഉണ്ടാക്കി. ഞാണിൻ്റെ ശബ്ദം, വില്ല് വലിച്ച് കെട്ടുമ്പോൾ ഞാണിൻ്റെ ശബ്ദം ഉണ്ടാവും, കറേന്ന് ആ ശബ്ദം ഉണ്ടാക്കി. അതീവ ദുസ്സഹം, അത് കേട്ടപ്പോൾ ഈ അസുരന്മാർക്ക് ദുസ്സഹമായി തോന്നി. പേടിച്ചിട്ടേ, പേടി ദേവിയുടെ അത്ര ഭയങ്കര ശബ്ദമാണേ ദേവി ചെയ്തതേ. ശംഖ് ഉറക്ക വിളിച്ചു, ദേവിയാണ് വിളിക്കണേ. അപ്പം ആലോചിച്ച് നോക്കൂ, ആ ശംഖം വിളിച്ചു, വില്ല് വലിച്ച് ഞാണൊലിയും ഉണ്ടാക്കി, ഞാണിൻ്റെ ശബ്ദം ഉണ്ടാക്കി. അത് അവർക്ക് അതീവ ദുസ്സഹമായിട്ട് തോന്നി. ആർക്ക്? ദേവിയുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാർക്ക് അതീവ ദുസ്സഹമായിട്ട് തോന്നി. ദേവി അങ്ങോട്ട് തുടങ്ങണേ ഉള്ളൂ. സുംബൻ അവിടെ ആകാശത്താണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നു. ഇനി ഇവനെയും കൂടിയും കൊല്ലണം എന്ന് വിചാരിച്ച് ദേവി അങ്ങോട്ട് ഉറക്ക ശംഖ് വിളിച്ചു. യുദ്ധത്തിന് അങ്ങനെ പതിവുണ്ടല്ലോ, നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ ഉണ്ടല്ലോ, ഉറക്ക ശംഖം വിളിച്ച് ഞാണൊലി അങ്ങോട്ട് പുറപ്പെടിച്ചു. വില്ല് വലിച്ച് കെട്ടി, ഞാണമ്പിൽ വലിച്ച് കെട്ടിയിട്ടുള്ള ആ ശബ്ദവും അത് കേട്ടപ്പോൾ അസുരന്മാരെ പേടിച്ചു വിറച്ചു. അവർക്ക് ദുസ്സഹമായിട്ട് തോന്നി, ഭയം കൊണ്ടാണ് ദുസ്സഹമായിട്ട് തോന്നി എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിർത്താം. ഞാൻ 17 വായിച്ചിട്ട്, തമായാന്തം സമാലോക്യ ദേവീ ശംഖമവാദയത് ശബ്ദം ചാഭിധനുഷശ്ചകാരാദീവ ദുസ്സഹം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ. ഗുരുവായൂരപ്പ ശരണം.